പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഖവും ശുഭവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ ദിനം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വഴി അടഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണോ? എത്ര ശ്രമിച്ചിട്ടും വഴി തുറക്കപ്പെടാതെ ഇരിക്കുന്ന വ്യക്തിയാണോ? ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകും? എത്ര ശ്രമിച്ചിട്ടും എൻ്റെ വഴി തുറക്കുന്നില്ല, എൻ്റെ കടഭാരം മാറുന്നില്ല, എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ വേദന മാറുന്നില്ല, എൻ്റെ നിരാശ മാറുന്നില്ല. എത്ര പഠിച്ചിട്ടും എനിക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ആകും വിധം ഞാൻ ശ്രമിക്കുന്നു, പക്ഷേ ഒരു സാധ്യതകളും വെളിപ്പെടുന്നില്ല. നിന്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടും സകലവും വിഫലമായി നിനക്ക് തോന്നുന്നു, അസാധ്യമായി തോന്നുന്നു, പരാജിതനെന്ന് തോന്നുന്നു, പരാജിതയെന്ന് തോന്നുന്നു. നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്ന് നീ ജീവിച്ചു മുന്നോട്ട് വരികയല്ലേ? ശരിയാകുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ നീ തോറ്റു പോകുകയല്ലേ? ഇന്ന് പകൽ ഞാൻ ഒരുവനെ പരിചയപ്പെടുത്താം. നിന്റെ തോൽവികളെ ജയമാക്കുന്നവൻ, നിന്റെ കണ്ണുനീരുകളെ ആനന്ദത്തിൻ്റെ കണ്ണുനീരാക്കി മാറ്റുന്നവൻ നിനക്ക് വേണ്ടി ഇന്നു പകൽ നീ ആയിരിക്കുന്നിടത്ത് അവൻ ഇറങ്ങി വരികയാണ്. ബൈബിൾ പറയുന്നു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമത്രേ. അതേ പ്രിയപ്പെട്ടവരെ, മരിച്ച കല്ലറയുടെ ലാസർ മരിച്ചു കിടക്കുമ്പോൾ ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്നവനാ യേശു. അതെ, നിങ്ങൾക്ക് വേണ്ടി അസാധ്യമെന്ന് നിങ്ങൾ പറഞ്ഞ വിഷയം ചീഞ്ഞ് നാറിയ വിഷയമായിരിക്കാം. അതിൻ്റെ അകത്ത് പോലും ഒരു അസാധാരണമായ ദൈവപ്രവൃത്തികൾ, ചില വഴിത്തിരിവുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പകലാണ്. വിശ്വസിക്ക്. മനുഷ്യരാൽ അസാധ്യമെന്ന് നീ പറയുന്നോ? പറയരുത്. ദൈവത്താൽ അത് സാധ്യമാണ്. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമാണ്. God bless you.